നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. 7 ഘട്ടത്തെ വോട്ടെടുപ്പുകളാണുള്ളത്. ജൂൺ 1 7 ഘട്ട വോട്ടെടുപ്പുകൾ പൂർത്തിയാക്കുന്നത്. ജൂൺ 4 വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. വോട്ടെണ്ണൽ ദിവസം മാത്രമായിരിക്കും കേരളത്തിലേതടക്കമുള്ള വിധിയെഴുത്ത് എത്രയാണ്, എങ്ങനെയായിരുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുക. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഏത് തരത്തിലാണ് CPMൻ്റെ പ്രകടനം, അത് മെച്ചപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ടത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് CPMന് കടുത്ത തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം? പിണറായി വിജയനെ CPM മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് താഴേക്ക് വലിച്ചിടേണ്ടതുണ്ടോ? പുറത്താക്കുകയോ അതല്ലെങ്കിൽ സ്വയം രാജിവെച്ച് പുറത്താവുകയോ ചെയ്യേണ്ട ഒരു തീരുമാനം ഉണ്ടാകേണ്ടി വരും. തീർച്ചയായും. കാരണം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPMന് കടുത്ത തിരിച്ചടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ CPM മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പുറത്താക്കുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയം രാജിവെച്ച് പോവുകയോ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം സംശയമില്ല. സംസ്ഥാനത്തെ 20 സീറ്റുകളിലും LDF പരാജയപ്പെട്ടാൽ പിണറായി വിജയനെ ഒരു ദിവസം പോലും ഈ മുഖ്യമന്ത്രി പദവിയിൽ തുടരുവാൻ CPM അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ജനങ്ങൾ കൂക്കി വിളിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വടകര, ആലത്തൂർ, പാലക്കാട്, കണ്ണൂർ ഈ സീറ്റുകൾ ഉറപ്പായി വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ CPM. സംസ്ഥാനത്ത് CPI തിരുവനന്തപുരം, മാവേലിക്കര, വയനാട്, തൃശ്ശൂർ സീറ്റുകളിൽ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ CPI നേതൃത്വവും പിണറായി വിജയനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം അതിലൂടെ ഉണ്ടാകും. പിണറായി വിരുദ്ധ വികാരം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് പിണറായി കുടുംബസമേതം 2 ആഴ്ച വിദേശത്തേക്ക് വിനോദയാത്രയ്ക്കായി ഇപ്പോൾ പോയിരിക്കുന്നത്. ഗൾഫും കിഴക്കൻ ഏഷ്യയുമായി ബന്ധപ്പെട്ട ബിസിനസ് നീക്കമാണ് യാത്രയ്ക്ക് പിന്നിലെന്ന് പറയുന്ന വിമർശകർ ഏറെ പേരാണ്. കോട്ടയം സീറ്റിൽ 1,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കേരള കോൺഗ്രസ് M, അതായത് ഈ മാണി വിഭാഗത്തിൻ്റെ തോമസ് ചാഴിക്കാടൻ നേടാൻ പോകുന്നത് എന്നുള്ള വിലയിരുത്തലുണ്ടാകുന്നു. പിണറായി വിരുദ്ധ വികാരം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആഞ്ഞടിച്ചതായും 20,000 വോട്ടുകളുടെ മേൽക്കൈ മാത്രമേ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ചാഴിക്കാടന് ലഭിക്കൂ എന്നുമാണ് പക്ഷേ മാണി വിഭാഗം വിലയിരുത്തുന്നത്. പാലായിൽ ഉൾപ്പെടെ ഈ പിണറായി വിരുദ്ധ വികാരം ശക്തമായിരുന്നുവെന്നും ചാഴിക്കാടൻ വിജയിച്ചാൽ അത് ചാഴിക്കാടൻ്റെ വ്യക്തിത്വത്തിനും പെരുമാറ്റത്തിനുമുള്ള വ്യക്തിപരമായിട്ടുള്ള വോട്ടും അംഗീകാരവുമായാണ് കേരള കോൺഗ്രസ് ഈ വിജയത്തിനെ വിലയിരുത്തുന്നത്. LDFന് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ തോൽവിയെ നേരിട്ടാൽ അത് കേരളത്തിലുടനീളം പിണറായി വിരുദ്ധ തരംഗമുണ്ട്. അത് സംസ്ഥാനത്ത് ആഞ്ഞടിച്ചതായി CPM നേതൃത്വം വിലയിരുത്തും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തി വോട്ട് തേടിയാൽ CPM മാത്രമല്ല LDF എന്ന് പറയപ്പെടുന്ന മുന്നണി തന്നെ സംസ്ഥാനത്ത് തകർന്ന് തരിപ്പണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ആ നിലയിൽ നേതാവിനെ മാറ്റി പരീക്ഷിക്കുവാൻ CPM കേരളത്തിൽ നിർബന്ധിതനാവുകയാണ്. ഇവിടെ മരുമകൻ റിയാസിനെ പകരക്കാരനാക്കിയുള്ള ഒരു ഒത്തുതീർപ്പിനാണ് പിണറായി പക്ഷേ അപ്പോൾ ശ്രമം നടത്തുക. കോൺഗ്രസിലെയും UDFിലെയും അനൈക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ CPMനും LDFനും 6 സീറ്റുകൾ വരെ നേടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആലപ്പുഴ, കാസർഗോഡ് ഉൾപ്പെടെ സീറ്റുകൾ CPMന് നഷ്ടമാകാൻ സാധ്യത അല്ലെങ്കിൽ അടിസ്ഥാന കാരണമെന്ന് പറയപ്പെടുന്ന പിണറായി വിജയനോട് ജനങ്ങൾക്കുള്ള വ്യക്തിവിദ്വേഷമാണ്. കേരളത്തിലെ ചെറു പാർട്ടികൾക്കിടെ പൊതുവികാരം പൂർണ്ണമായി CPMനെതിരായതും ഇടതുമുന്നണിക്ക് നിർണായകമായിട്ടുള്ള പല സീറ്റുകളും നഷ്ടമാകാൻ ഇടയാക്കുമെന്ന് തന്നെയാണ് CPM നേതൃത്വം അടക്കം വിലയിരുത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേടുന്ന ഒരു സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവെക്കേണ്ടി വരിക എന്ന് പറയപ്പെടുന്നത് കൃത്യമായി നടക്കും. അങ്ങനെ വന്നാൽ റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കടുംപിടുത്തം പിണറായി വിജയൻ ഉണ്ടാവും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ KK ശൈലജയെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് KK ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുവാൻ പിണറായി വിജയൻ താൽപ്പര്യപ്പെട്ടത്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയും നേതാവുമായി മാറിയ പിണറായിക്കെതിരെയുള്ള ജനവികാരമാണ് 20 സീറ്റുകളിലും പ്രതിഫലിക്കാൻ പോകുന്നത്. അങ്ങനെ പ്രതിഫലിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം പിണറായി അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല, പിണറായി പ്രസംഗിച്ച സ്ഥലങ്ങളിലൊക്കെ CPMന് വോട്ട് കുറയുമെന്ന അഭിപ്രായവും പാർട്ടിയിലുണ്ടായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ CPM ദേശീയ തലത്തിൽ നേരിയ ചലനം പോലും ഉണ്ടാക്കാൻ ശേഷിയുള്ളൊരു പാർട്ടിയേയല്ല. പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ബൃന്ദ കാരാട്ടുമൊക്കെ ഇന്ന് ദേശീയ തലത്തിൽ ഒരാൾ പോലും ശ്രദ്ധിക്കുന്ന നേതാക്കളല്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ മാധ്യമം പോലും കാരാട്ട്, യെച്ചൂരി നേതാക്കളുമായി ഒരു അഭിമുഖം പ്രസിദ്ധീകരിക്കുവാൻ പോലും താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. CPM കേന്ദ്ര നേതാക്കൾ ജീവിച്ചു പോകുന്നതും അന്നം കഴിക്കുന്നതും കേരളത്തിലെ CPM ഘടകമെന്ന് പറയപ്പെടുന്ന അവർ നൽകുന്ന സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ നിലയിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതിയെ ചോദ്യം ചെയ്യാൻ കാരാട്ടിനും യെച്ചൂരിക്കും തൻ്റെ ഇടമുണ്ടാകില്ല. അവർക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിലെ CPM ഘടകത്തിനുള്ളിൽ തന്നെ
പിണറായി വിരുദ്ധ വികാരം അനിവാര്യമായി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ പിണറായിക്കെതിരെ ശബ്ദിക്കുവാൻ CPM സെൻട്രൽ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒരു നേതാവ് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പരമസത്യമത. അതേസമയം പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്തിയാൽ അത് വിലപ്പോകില്ല എന്നാണ് പാർട്ടി അണികളുടെ ഇടയിലെ പൊതുവികാരം എന്ന് പറയപ്പെടുന്നത്. അതേസമയം മരുമകനായിട്ടുള്ള റിയാസിനെ മുഖ്യമന്ത്രിയാക്കുവാനുള്ള പിണറായിയുടെ താല്പര്യത്തെ ഇടതുമുന്നണി എങ്ങനെ നോക്കിക്കാണും എന്നതിൽ വലിയ സംശയവുമുണ്ട്. കാരണം ഇവിടെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കേണ്ട സാഹചര്യമുണ്ടോ? പരിണതപ്രജ്ഞനായ എത്രയോ സഖാക്കളുള്ളൊരു പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്. എന്തുകൊണ്ടാണ് CPMന് അങ്ങനെ മാറി ചിന്തിക്കേണ്ടി വരുന്നത്? അതായത് ഒരു ഫോർമുല മുന്നോട്ട് വെക്കുവാൻ തയ്യാറെടുക്കുകയാണ് പിണറായി വിജയൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പോളിറ്റ് ബ്യൂറോയിലെ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും അടക്കമുള്ളവർ ഒരു അക്ഷരം മിണ്ടില്ല. ആകെ ഒരു തരി കനലായി മാത്രം നിൽക്കുന്ന ചെങ്കൊടി ഉയർന്നു കാണുന്ന ഒരേ ഒരു ഇടമെന്ന് പറയപ്പെടുന്ന കേരളമാണ്. കേരളത്തിലെ പിണറായി വിജയൻ തന്നെയാണ് ഇവിടുത്തെ പോളിറ്റ് ബ്യൂറോയും ഇവിടുത്തെ പാർട്ടിയും പാർട്ടിക്കാരനും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ഒരേ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നത് കൊണ്ട് പഞ്ചപുച്ഛമടക്കിയാണ് നിൽക്കുന്നത് ഈ പറയുന്ന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിയും മുൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ പ്രകാശ് കാരാട്ടും അടക്കമുള്ളവർ. അതുകൊണ്ട് ദേശീയ നേതൃത്വത്തിനൊന്നും ഇവിടെ പിണറായി വിജയനോട് ഒരു വാക്കും പറയാൻ കഴിയില്ല, ഒന്ന് എതിർത്ത് സംസാരിക്കാൻ കഴിയില്ല. നട്ടലില്ലാത്ത കുറേ അണികളുള്ള പ്രസ്ഥാനമായി ഈ CPM മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഏകാധിപതിയായിട്ടുള്ള പിണറായി പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലുള്ളത്. അതുകൊണ്ട് വലിയ പരാജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും, ഇല്ലെങ്കിൽ പാർട്ടിക്കാർ രാജിവെപ്പിക്കും. അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാജിവെപ്പിക്കുകയാണെങ്കിൽ ഒരു ഫോർമുല പിണറായി വിജയൻ മുമ്പിലോട്ട് വെക്കും. താൻ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് ആയിരിക്കണം എന്നുള്ള ഒരു നിലപാടായിരിക്കും പിണറായി സ്വീകരിക്കുക. ആ നിലപാട് സ്വീകരിക്കേണ്ടി വരും ഈ പാർട്ടിക്കും പോളിറ്റ് ബ്യൂറോയ്ക്കും സെൻട്രൽ കമ്മിറ്റിക്കും എല്ലാം. കാരണം പിണറായിയാണ് പാർട്ടി, പിണറായിയാണ് മുഖ്യമന്ത്രി, പിണറായി തന്നെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം, പിണറായി തന്നെയാണ് പാർട്ടി സെക്രട്ടറി.